നിങ്ങളിപ്പോ ശശി തരൂരിനെ അറിയില്ലേ? ശശി തരൂരിന് ഫുൾ ശ്വാസം മുട്ടായിരുന്നു ചെറുപ്പത്തിൽ. എന്നിട്ട് പഠിത്തത്തിന് ബാധിക്കല്ല ചെയ്തത്. ശശി തരൂർ എപ്പോഴും പറയാറുള്ളത്, എനിക്ക് ശ്വാസം മുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നല്ലപോലെ ഇംഗ്ലീഷ് പഠിച്ചതെന്നാണ്. കാരണം പുറത്ത് കളിക്കാൻ പോകാൻ പറ്റാറില്ല, അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് ബുക്ക് വായിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്നതിന് പകരം നമുക്കുള്ള കഴിവുകളും നമുക്കുള്ള കഴിവുകേടുകളും എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് പഠിക്കുക വേണ്ടത്. ഇപ്പൊ ശ്വാസം മുട്ടില്ലാത്ത എല്ലാവരും ലോകത്ത് നല്ല നിലയിലെത്തി, ശ്വാസം മുട്ടുള്ളവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ കഥകൾ കേൾക്കുകയും അത് അമ്മ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മക്കൾ ഒരു ഒഴിവായിട്ട് കാണും ഇതൊക്കെ. അല്ല, ഒരിക്കലില്ല ഡോക്ടറെ. ഞാന് അവൾക്ക് പിന്നെ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് തൈക്കൊണ്ടേക്ക് ചേർത്തു. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ്, ഡാൻസറാണ്. അല്ല, എന്റെ ഒരു ഇഷ്ടപ്രകാരം അവൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈ തൈക്കൊണ്ടയും കളരിപ്പയറ്റും പിന്നെ കരാട്ടയും ഒന്നും അല്ല ലോകത്ത് അത്യാവശ്യമായിട്ടുള്ളത്. അല്ല, ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ട് നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാം വേണ്ടാന്നല്ല, അത് ഫിസിക്കൽ എക്സർസൈസ് ആണ്. ആ ഫിസിക്കൽ എക്സർസൈസ് കിട്ടാൻ വീട്ടിൽ നല്ലപോലെ പണി ചെയ്താൽ മതി. പണ്ടുള്ള സ്ത്രീകൾക്കൊക്കെ ആരോഗ്യമുള്ളത് തൈക്കൊണ്ടൊക്കെ പോയിട്ടൊന്നും അല്ലല്ലോ. അല്ല, ചെയ്യുന്നുണ്ട്. അവള് അത്യാവശ്യം വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. കുട്ടിയുടെ അച്ഛൻ എന്താ ചെയ്യണേ? കുട്ടിയുടെ അച്ഛൻ അവിടെ ഒരു സെയിൽസ്മാൻ ആയിട്ട് കടയിൽ വർക്ക് ചെയ്യുക. എവിടെ? നാട്ടിൽ തന്നെ? പത്തനംതിട്ട തന്നെ. നല്ല പോലെ പഠിക്കാൻ പറ്റുന്നവർക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും, തൊട്ടടുത്തുള്ള കോളേജിൽ പോയിട്ട് സാധാരണ പഠിച്ചാലും വലിയ എന്ത് പഠിക്കുന്നു എന്നല്ല ആലോചിക്കേണ്ടത്. ഈ പഠിച്ചത് വെച്ചിട്ട് ഞാൻ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ ജോലിക്ക് എത്താൻ പറ്റും, അതിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പം 2025 മെയ്യിൽ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള മോളല്ല 2035, 10 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തണം, 20 വർഷം കഴിയുമ്പോൾ എവിടെ എത്തണം. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാനാണ് വേണ്ടത്. നമ്മൾ എവിടെ പോകണം എന്ന് അറിയുമ്പോഴല്ലേ വണ്ടി കയറുക. അത് കുറേ ദൂരെ പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം കിട്ടുന്ന ഓട്ടോറിക്ഷയാണ്, അതുകൊണ്ട് അതിനകത്ത് കയറി. എന്നിട്ട് ബോംബെ പോകാനോ ദുബായ് പോകാനോ മസ്കറ്റ് പോകാനോ കുവൈത്ത് പോകാനോ ഒന്നും പറ്റില്ലല്ലോ അതിനകത്ത്. അപ്പോൾ നമ്മൾ ഏത് വണ്ടിക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് എവിടെ പോകണം എന്ന് ആലോചിച്ചിട്ടാണ്. അതുപോലെ എന്ത് കോഴ്സിന് ചേരണം എന്ന് ആലോചിക്കുന്നത് ജീവിതത്തിൽ എവിടെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. അതില്ലാതെ എല്ലാവരും MBBS ട്രൈ ചെയ്യുന്നുണ്ട്, ഞാനും ട്രൈ ചെയ്യും. എല്ലാവരും സൈലത്തിലാണ് പോകണം, ഞാനും സൈലത്ത് പോകും. ഇതൊക്കെ മാർക്കറ്റിംഗ്, TV-യിലെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ലേ സൈലം കേട്ടത്. അല്ലാണ്ട് അവിടെ പഠിച്ച ഒരാൾ കിട്ടിയെന്നറിഞ്ഞിട്ടും അവർ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട് കണ്ടിട്ടും സാമ്പിൾ ക്ലാസ്സിന് പോയിരുന്നിട്ടും ഒന്നും അല്ലല്ലോ. ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ചേരുമ്പോൾ ഈ റിപ്പീറ്റ് എന്ന് പറയുന്നതും ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നതും കേരളത്തിൽ മാത്രമുള്ള ഒരു തമാശയാണ്. പുറത്തുള്ളവരൊക്കെ വ്യത്യസ്തമായ കോഴ്സുകൾ ചെയ്യും, അവർ വ്യത്യസ്തമായ ജോലികൾ ചെയ്യും, വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കും. കേരളത്തിൽ MBBS കഴിഞ്ഞാൽ നഴ്സിംഗ് കഴിഞ്ഞാൽ ജീവിതമൊന്നുമില്ല. ഈ 2 കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അത് പാടില്ല. നമ്മൾ എന്തും പഠിക്കുക, പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക, പറ്റുന്ന എന്ത് ജോലിയും ചെയ്യുക, അതിന് തയ്യാറാവണം. അതാ വേണ്ടത്. അയാളുടെ താല്പര്യം, ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ. ഇപ്പം ഹൈദരാബാദിലാണ് ഏറ്റവും കൂടുതൽ നഴ്സിംഗിന് ആൾക്കാർ വരുന്നത്, പ്രൈവറ്റ്. അതിനുള്ള ഏജൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പത്തനംതിട്ട, കോട്ടയം ഭാഗത്തു നിന്നൊക്കെ പണ്ട് ട്രെയിനിൽ വരുമ്പോൾ നഴ്സിംഗ് കുട്ടികളെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ 10-40 പെൺകുട്ടികളെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയാണോ മക്കളെ കൊണ്ടുപോകേണ്ടത്? ഇവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവരെങ്ങനെ പറഞ്ഞേക്കും എന്നൊക്കെ തോന്നാറുണ്ട് എനിക്ക്. അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ, അവരുടെ സ്ഥിതി, അവരെന്തവസ്ഥയിലാണ് അവിടെ ജീവിക്കുന്നത്, ഇതൊക്കെ അറിയണം. മനസ്സിലായോ? കാശ് കൊടുത്തിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കുക, അതാണ് ഒരു വലിയൊരു സഹതാപം പിടിച്ചൊരു അവസ്ഥയാണ്. അതെ, പ്രൈവറ്റ് ആയിട്ട് എന്നോട് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു പ്രൈവറ്റ് ആയിട്ട് വിടാൻ നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് മെറിറ്റിൽ കിട്ടുന്ന സ്ഥലത്ത്, വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് സാധാരണഗതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസം അത്യാവശ്യം എത്ര നമ്പർ ഓഫ് നഴ്സിംഗ് സീറ്റും എത്ര നമ്പർ ഓഫ്
മെഡിക്കൽ കോളേജ് സീറ്റുകളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. എത്ര ഡോക്ടർമാരെ ആവശ്യമുണ്ടോ, എത്ര നഴ്സുമാരെ ആവശ്യമുണ്ടോ അത്രയും സീറ്റ് കൊടുക്കും. അതെ എഞ്ചിനീയർമാർക്ക് എല്ലാവർക്കും ബിടെക്കിന് കിട്ടില്ല. എന്താ കാരണം? അത്രയും നമ്പർ ഓഫ് കോഴ്സസ്. ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് കാശുണ്ടാക്കാൻ നടത്തുന്ന ബിസിനസ്സാണ്. അപ്പം നല്ലപോലെ പഠിക്കുക, പഠിക്കുന്നത് ഏതും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ചേരുക, താല്പര്യമില്ലെങ്കിൽ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ഡിസ്കഷൻസ് നടത്തി അത് തേടി കണ്ടുപിടിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആലോചിക്കുക. അതാണ് വേണ്ടത്. നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പഠിച്ചാലും നല്ല ജോലി കിട്ടും. പക്ഷെ നല്ലപോലെ പഠിക്കണം. പക്ഷെ +2 കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ആളുടെ ഭാവം മാറും, കൂട്ടുകെട്ട് മാറും, രൂപം മാറും, കൺട്രോൾ പോവും. അപ്പോഴാണ് പിള്ളേർ മോശമായി പോകുന്നത്. അതില്ലാണ്ടിരുന്നാൽ രക്ഷപ്പെട്ടു. അതെ എന്തായാലും അമ്മ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ഗൾഫിൽ ഒരു പ്രാവശ്യം, കുവൈത്തിൽ തന്നെയാണ്, ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ ഒരു റേഡിയോ പ്രോഗ്രാമിൽ എൻ്റെ പ്രഭാഷണം വന്നപ്പോൾ എന്നെ വിളിച്ചൊരമ്മ. ആ അമ്മ ഇതേപോലെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്, അബുദാബിയിലാണ്. എൻ്റെ മകനെ ഒരു ജോലിയാക്കി കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്നെ. മകൻ എന്താ പഠിച്ചതെന്നറിയോ? പൈലറ്റ് ആവാനുള്ള ട്രെയിനിങ് കഴിഞ്ഞിരിക്കുക. ഈ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് മകനെ പൈലറ്റാക്കിയത്. അത് ഏതോ പ്രൈവറ്റ് കമ്പനിയിൽ ചേർത്തിട്ട് പൈലറ്റാക്കി. പക്ഷെ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, പൈലറ്റ് ആവാനുള്ള ഒരു കോഴ്സ് എക്സ്പീരിയൻസും ഇല്ല. ആ കുട്ടി ഇവര് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവാക്കി കഷ്ടപ്പെട്ടിട്ട് ഒരു ഫലമില്ലാണ്ടായി. അപ്പൊ കുട്ടികൾക്ക് അതിനുള്ള അഭിരുചി വേണം, അതിനുള്ള ജനറൽ നോളജ് വേണം, അതിനുള്ള കഴിവ് വേണം. ഇതൊന്നും ഇല്ലാതെ കാശ് മുടക്കി കഴിഞ്ഞാൽ വെറുതെ കാശ് മുടക്കിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസം അറിഞ്ഞിരുന്ന് പഠിച്ചോളൂ. എന്ത് ഇപ്പൊ നമ്മള് ഒരു കാര്യത്തിൽ എത്ര മാർക്ക് എല്ലാത്തിലും A+ ഉണ്ടോ 12th? കെമിസ്ട്രിക്കും ഇംഗ്ലീഷിനും ബാക്കിയെല്ലാം A+. നല്ലോണം അല്ല, കേരളത്തിൽ A+ കിട്ടാൻ വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്. എന്ത് ജീവിതത്തിൽ എന്താവണം എന്ന് ആലോചിക്കുക. അത് ആലോചിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ശരി.